നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന തമ്പി ആകെപ്പാടെ തകർന്നു പോയി. തമ്പി പ്രതീക്ഷ പോലൊന്നും അല്ലോ കാര്യങ്ങൾ നടന്നേ. രാധാമണി വാരിസരെ കാണാനായിട്ട് തമ്പി ചെന്ന അത് മേരിക്കുട്ടി അമ്മയാന്ന് തെറ്റിദ്ധരിച്ചിട്ട് തന്നെ ചെന്നത്. പക്ഷെ അവിടെ കണ്ടത് ഒറിജിനൽ രാധാമണിയാണ്. അത് കണ്ടുകഴിഞ്ഞപ്പോൾ തമ്പിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ജാനകി തൻ്റെ മോളാന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ തിരികെ പോരുന്ന വഴിക്ക് മനസ്സിൽ നിറയെ ടെൻഷനായിരുന്നു. ദൈവമേ, എന്തൊക്കെയാ താൻ കേട്ടത് സത്യമാണോ? അവൾ തൻ്റെ മോളാണോ? താൻ അവളെ ഇത്രയും കാലം അച്ഛനില്ലാത്തവള് അല്ലെങ്കിൽ അമ്മയില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മോളാന്ന് താൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അവൾ രാധാമണിയെ മുൻനിർത്തിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കേസ് ജയിക്കും. താനകത്തേക്ക് പോകും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തമ്പിയുടെ ഉള്ളം വെങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയം അബിയെ ജാനകിയെ വിളിച്ച് സമാധാനിപ്പിക്കുകയാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കാം. ആ തമ്പി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തമ്പിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നിന്നെ അമ്മയെ രക്ഷിക്കാണ്ട് ഒരു മാർഗ്ഗമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അളകാപുരിയിലേക്ക് വേണം. അവിടെ വന്നാൽ പിന്നെ തമ്പിക്ക് അവിടെ കയറി കളിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അബിയേട്ടാ? അമ്മയ്ക്ക് ഓർമ്മ പോലും ഇല്ല. ഓർമ്മയുണ്ടെ കുഴപ്പമില്ലായിരുന്നു. അമ്മ എങ്ങനെയല്ലെന്ന് ഭേദമായി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പറയണം. നോക്കട്ടെ, ഒരു കാര്യം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് അങ്ങനെ നടത്താം. അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ഞാനും തയ്യാറാണ്. ഇനിയിപ്പോൾ തമ്പി കുറച്ച് ദിവസത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അയാളെ സൂക്ഷിക്കണം. അയാൾ പതുങ്ങിയിരുന്ന് ആക്രമിക്കുമെന്ന് പറയാം. ജാനകി പറഞ്ഞു, ശരിയാ, അയാളുടെ മോളാ ഞാനെന്നുള്ള സത്യം അയാൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അബിയേട്ടാ. ഒരിക്കലും അയാൾ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് അറിയപ്പെടണ്ട. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നതെന്ന് പറയണേ. നീ സന്തോഷമായിട്ടിരിക്കും ജാനകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ടേക്ക് പോകണം. അബി അപ്പോൾ സക്കീർ വക്കീലിനെ ഒന്ന് കാണണം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് അബി വഴിക്ക് വെച്ച് നകുലിനെ കാണുന്നുണ്ട്. അബി ഒരു കടയിൽ കയറിയ സമയത്ത് നകുലിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നകുലം മനഃപൂർവ്വം അബിയെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അബി എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അബിയുടെ മനസ്സിലേക്കൊന്ന് കയറി പറ്റണം. അത് വഴി വേണം ജാനകിയെ കൈക്കലാക്കാനായിട്ട് എന്നൊരു ചിന്തയായിരുന്നു നകുലിൻ്റെ മനസ്സിൽ. അങ്ങനെ കടയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അബി ചോദിച്ചു, ആഹാ, ഇതാരും നകുലിനോ? അപ്പം നേരത്തെ ഒരു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ, എന്താ ഇവിടെയെന്ന് ചോദിക്കുക. അതെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. അല്ല, ഇതെന്താ അബി സാർ ഇവിടെ? ഓ, ഞാനിവിടെ കടയിൽ വരെ ഒന്ന് വന്നാന്ന് പറയണ. അല്ല, ഫാമിലി ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ് ഫാമിലി വന്നിട്ടില്ല എന്ന് പറയണേ. വന്നിട്ടില്ലല്ലേ? ആ, പിന്നെ എനിക്ക് പിന്നെ ഫാമിലി ഇല്ല എന്നുള്ള കാര്യം അറിയാലോ അബി സാറിനെന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, എനിക്കെന്തോ സാറിനെ കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള പോലെ തോന്നലുണ്ടെന്ന് പറയണേ. അത് കേട്ടതും അബി പറഞ്ഞു, അല്ല, എന്നെ കണ്ടിട്ടില്ല അതിനു മുമ്പ്, ഒരു തവണയല്ലേ കണ്ടുള്ളൂ. അത് ശരി തന്നെയാ. പക്ഷെ നമുക്ക് ഒരാളോട് ഒരു ആത്മബന്ധം തോന്നില്ലേ, അതുപോലെ ഒരു ബന്ധം അതെ സാറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് ചിലപ്പം നമുക്ക് ഒരാളുടെ മുഖം കണ്ടു കഴിയുമ്പോഴത്തേനും അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അവർ ചിലപ്പം നമ്മുടെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് കേട്ടപ്പം നകുലൻ പറഞ്ഞു, അത് ശരിയാ, അതുപോലെ തന്നെയാ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മുമ്പ് പരിചയമുള്ളവർ തോന്നുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ചിലപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. ചിലപ്പോൾ അതായിരിക്കും എന്നൊക്കെ പറയാം. പിന്നീട് പറഞ്ഞു, ഒരു ദിവസം സാറിൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണം. സാറിൻ്റെ മോളുണ്ടെന്നല്ലേ പറഞ്ഞു. അതെ, ഒരു മോളുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഇപ്പോഴെന്താണെങ്കിലും വരണ്ടെന്ന് പറയാം. അതെന്താ, എൻ്റെ ഭാര്യ വീട്ടിലില്ല എന്ന് പറയണം. വീട്ടില്ലേ? അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മയ്ക്ക് ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് ചികിത്സയിലാണ്, അവർ കുറച്ച് ദൂരെയാന്ന് പറയണം. ഇപ്പോൾ വീട്ടിലേക്ക് വന്നാലും അവരെയൊന്നും കാണാനും പറ്റത്തില്ലല്ലോ, അവരൊക്കെ ഉള്ള സമയത്ത് വരണം. നകലിന് നല്ലൊരു ട്രീറ്റ് തന്നെ തരാമെന്ന് പറയണം. ശരി, ആയിക്കോട്ടെ, നമുക്ക് ഇടയ്ക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നത്. ഈ സമയം നകുലിൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. അബിയെ താൻ കയ്യിലെടുത്ത് കഴിഞ്ഞു. അഭിറാമൻ തൻ്റെ വലയിലായി. ഇനിയിപ്പോൾ ജാനകി അവളെയും കൂടെ കാണും. അഭിറാമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കള്ളത്തരങ്ങളൊക്കെ താൻ പൊളിച്ചെടുക്കും. ഇനിയാണ് അവൾക്കൊട്ടുള്ള പണി കൊടുക്കാനായിട്ട് പോകുന്നത്. ജാനകി, നീ പെട്ട് കഴിഞ്ഞു. നീ എൻ്റെ വലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക നാളിലില്ല നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനായിട്ട്. കണ്ടോ, അതിനുള്ള പണികളൊക്കെ ഞാൻ തുടങ്ങാൻ പോകാമെന്നൊക്കെ നകുലൻ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അവൻ പകുതി സൈക്കോയാണ്. അവൻ എങ്ങനെയാണ് ജാനകിയെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സന്ധ്യ ആകെപ്പാടെ തകർന്ന് നേരെ പോകുന്നത് സേനൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ സേനൻ്റെ അടുത്ത് നിന്നപ്പോൾ സേന ചോദിച്ചു, എന്താണ് തമ്പി, തൻ്റെ മുഖം എന്താ ആകെപ്പാടെ പേടിച്ചരണ്ട പോലെ ഇരിക്കുന്നത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതെ സേന, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. അല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ.
ഞാൻ അവളെ കണ്ടു. ആരെ കണ്ട കാര്യം പറയണേ? ആ രാധാമണിയെ. രാധാമണിയെ? അപ്പം തമ്പി നിങ്ങളല്ലേ പറഞ്ഞേ അവള് മരിച്ചു പോയെന്നൊക്കെ? മരിച്ചു പോയെന്നൊക്കെ കരുതിയാൽ ഞാനിരുന്നേ. പക്ഷെ ആ ജാനകി ഉണ്ടല്ലോ, അവളെ വെച്ചാ കളിക്കണേന്ന് പറയണേ. അവളെ വെച്ച് കളിക്കണോ? ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കണം. എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം. SI സേനൻ പറഞ്ഞു, രാധാമണി നേരിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെട്ടുപോകത്തുള്ളൂ എന്ന് പറയണം. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താ? ഇനി നമ്മൾ ആരെയും പോയി സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അവരെ പോയി സ്വാധീനിക്കണം എന്ന് പറയണം. ഇപ്പം ആരെ സ്വാധീനിച്ചിട്ട് കാര്യം? അല്ല, അന്നത്തെ കാലത്ത് CI ആയിരുന്ന മറ്റേ നടേശ സാറുണ്ടല്ലോ, നടേശ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കാം. സാറ് ചിലപ്പം ഇതിനെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു കാണിരിക്കും. ഈ നിരഞ്ജന ചിലപ്പം സാറിൻ്റെ അടുത്തും ചെന്ന് കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സാറിനെ ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് പറയണം. സാറിൻ്റെ അടുത്ത് ചിലപ്പോൾ അവരെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കുടുക്കായിരിക്കും വരാനായിട്ട് പോണേന്ന് പറയണം. അത് കേട്ടപ്പം തമ്പി പറഞ്ഞു, അല്ല അയാൾ നമുക്കൊപ്പം നിൽക്കുമെന്ന് ചോദിക്കണം. CI പറഞ്ഞു, അയാൾ നേരെ പോകുന്നൊരു മനുഷ്യനായിരുന്നു അന്ന്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് ചെന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കളിയാക്കാൻ മാറും. കാരണം അന്ന് ഞാനും CA നടരാജ സാറുമായിരുന്നു ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ മാധവവാര്യരുടെ കേസ് കൊണ്ടുവന്ന് തരുന്ന സമയത്തുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇനിയിപ്പം അയാളെ എങ്ങനെ വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളുടെ ഗതി ആകെപ്പാടെ മാറിപ്പോവും. അതിനു മുമ്പ് അയാളെ കണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ CA ആയിരുന്ന നടരാജ സാറിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സേനയും തമ്മിയും കണ്ടപ്പോഴത്തേനും പറഞ്ഞു, ആ ബാ അകത്തേക്ക് വരാൻ പറയണം. പിന്നീട് ചോദിച്ചു, എന്താ സേന കാര്യം, എന്താ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ലാതെ പോകുന്നു സാറേ, സാറിനറിയാലോ നമ്മൾ ജോലിയിലിരിക്കുമ്പോൾ നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ എന്ന് പറയണം. അല്ല ഇപ്പോഴെന്താ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും. അത് പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത് ഒരു മാധവരുടെ കേസ് വന്ന് സാറ് ഓർക്കുന്നുണ്ടോയെന്ന് ചോദിക്കും. ആ സമയം ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ എങ്ങനെ ഇരുന്നിട്ട് നടരാജൻ പറഞ്ഞു, കുറേ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഏതെന്ന് എന്തെന്ന് ഓർക്കണേ. അല്ല ആത്മഹത്യ ചെയ്ത മാധവര്? മനസ്സിലായെന്ന് പറയാം സാറേ. അവരുടെ മോള് ഇപ്പം രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കേസ് കൊടുത്തിരിക്കുക ഇതേ തമ്പിക്കെതിരെ. അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ അവർ വരുമായിരിക്കും, അവരുടെ വക്കീലും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. സാറിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നൊന്ന് പറഞ്ഞു വിട്ടേക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ നടേശൻ പറഞ്ഞു, അതെങ്ങനെയാണോ ശരിയാകുന്നതെന്ന് ചോദിക്കുക. സാറേ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ, എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി. ഇതേ തമ്പി അത് കൃത്യമായിട്ട് തരുമെന്ന് പറയണം. ഈ സമയം തമ്പി പറഞ്ഞു, എൻ്റെ ജീവിതം രക്ഷിക്കണം, എനിക്കൊരു മോളും ഭാര്യയൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാവുമെന്ന് പറയണം. ഇത്രയും കാലത്തിന് ശേഷം അവർ മുമ്പിൽ പറഞ്ഞെങ്കിൽ ഇതൊരു കള്ളക്കേസാണ് സാറേ, അന്ന് വെറുതെ അത് അവർ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്, ഇപ്പോൾ അവർ വീണ്ടും രംഗത്തെത്തിയേക്കുമെന്ന് പറയണം. അത് കേട്ടപ്പം നടേശൻ പറഞ്ഞു, നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാം. അതേപോലെ നിരഞ്ജന വന്നിട്ടുണ്ടായിരുന്നു, തന്നെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുത്തെന്നുള്ള കാര്യമൊന്നും നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞുകൊണ്ട് നടേശൻ നിരഞ്ജനയെ വിളിക്കുകയാണ്. നിരഞ്ജനയെ വിളിച്ചിട്ട് അതെ ഒരു കാര്യം പറയാണ്ട് വക്കീലെന്ന് പറയാം. എന്താ സാറേ കാര്യം എന്താണെന്ന് ചോദിക്കാം. എന്നെ കാണാനായിട്ട് അന്നത്തെ SI ആയിരുന്ന അയാളും അന്നത്തെ SI ആയിരുന്ന സേനനും അതോടൊപ്പം തമ്പിയും വന്നിട്ടുണ്ടായിരുന്നു പറയണേ. എന്നിട്ടോ എന്തിനാ വന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ, എന്നെ സ്വാധീനിക്കാൻ തന്നെ വന്നതെന്ന് പറയാം, ലക്ഷങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, സാറിന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ സ്വഭാവം അറിയാലോ നിരഞ്ജനയ്ക്ക്, നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ VRS എടുത്ത് നേരത്തെ തന്നെ പോയത്. കാരണം എനിക്ക് ഈ ജോലി തുടരാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ പോയെന്ന് പറയണം. അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, സാറിനെ ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ചോദിക്കുക. ധൈര്യമായിട്ട് വിശ്വസിച്ചോ, എന്തായാലും കോടതിയിൽ ഞാൻ ഹാജരാകും, മൊഴി കൊടുക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ ഇനിയിപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയണം. നിരഞ്ജനയ്ക്ക് സന്തോഷമായി. കാരണം തമ്പി ഒന്ന് സ്വാധീനിച്ച് കഴിയുമ്പോൾ സാറ് കാലുവാരിട്ടുണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ മതിയായ തെളിവുകളൊന്നും കിട്ടത്തുണ്ടായിരുന്നില്ല. അതൊക്കെ ഓർത്തുമ്പോൾ നിരഞ്ജനയ്ക്ക് തോന്നി, ദൈവം തൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ കൺമുന്നിലേക്ക് വരുന്നത് തന്നെ. അല്ലെങ്കിൽ പാവം ജാനിയടുത്തേക്കും അവരുടെ അമ്മയ്ക്കും നീതി ലഭിക്കണമല്ലോ എന്ന് നിരഞ്ജൻ മനസ്സ് വിചാരിക്കുകയാണ്. ആ സമയം തമ്പിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അയാളെങ്ങനെ കാല് വാരുമെന്നൊരു ചിന്ത, നടേശൻ കാല് വാരുമെന്നൊരു ചിന്തയുണ്ട്. സേന സമാധാനിപ്പിക്കുന്നുണ്ട്, തമ്പി നീ ധൈര്യമായിട്ടിരിക്കാൻ. പക്ഷേ തമ്പിയുടെ സമനില തെറ്റിയത് അതുകൊണ്ടല്ല, തൻ്റെ മോളാണ് ജാനകി, അതിനി എന്തായി തീരും എങ്ങനെയായി തീരുന്നും കൂടെ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.